എനിക്ക് തോന്നുന്നു ഞാനും സോഷ്യൽ മീഡിയയിൽ റോഷ്നിയുടെ വീഡിയോസ് കാണാറുണ്ട്. പ്രത്യേകിച്ച് വളരെ വൈറലായിട്ടുള്ള കുറച്ചധികം വീഡിയോസ് ഉണ്ട്. അപ്പം ഇത് കാണുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്കായിട്ടുള്ള മനുഷ്യർക്ക് തോന്നാം ഇതെങ്ങനെ ഇവിടേക്ക് എത്തിച്ചേരാം എന്നുള്ള വലിയൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പം ഒന്ന് സ്വയം സ്ഥാപനത്തെയും മറ്റ് അതിൻ്റെ ഒരു പ്രൊസീജിയറും പരിചയപ്പെടുത്താമോ? ഓക്കെ, ഞങ്ങൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് പരുത്തിപ്പാറയാണ്, ട്രിവാൻഡ്രം. ഓറിയോൺ ഹൈപ്പർ എന്ന് പറയുന്ന ബിൽഡിങ്ങിൻ്റെ 3rd ഫ്ലോറിലാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈവനിങ് മാത്രമേ നമ്മൾ ഓപ്പണിംഗ് ചെയ്യത്തുള്ളൂ. ഈവനിങ് ഞങ്ങൾ 5:30 ടു രാത്രി 8:30 വരെയാണ് ഞങ്ങളുടെ ടൈമിങ്സ് വരുന്നത്. ഏജ് കാറ്റഗറി ഒന്നുമില്ല, എല്ലാ ഏജിലുള്ള ലേഡീസും 25+ അങ്ങോട്ട് ഏത് ലേഡീസിനും എന്ത് ഏജ് കാറ്റഗറി ബുദ്ധിമുട്ട് ഒരു പ്രോബ്ലം ഇല്ല. അതെല്ലാം അവിടെ വരുമ്പോൾ ഒന്നും അല്ലാണ്ടാവും. നിങ്ങൾക്ക് ഒത്തിരി നല്ല ഫ്രണ്ട്സിനെ കിട്ടും. വെരി പോസിറ്റീവ് നേച്ചറുള്ള ഒത്തിരി ആൾക്കാർ നിങ്ങൾക്ക് അവിടെ മീറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും അപ്പം ന്യൂസ് 3 കാണുന്ന പ്രേക്ഷകരിൽ സ്ത്രീകളായിട്ടുള്ള മനുഷ്യർക്കൊക്കെ തന്നെ ഇത് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ റോഷ്നിയുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യങ്ങൾ, റോഷ്നി ഈ ഒരു കാര്യത്തിൽ മാത്രം സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല, ഓൺട്രപ്രണറാണ്, സാമൂഹ്യ സേവനങ്ങളിൽ കൃത്യമായിട്ട് നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്, മോഡലാണ്. അപ്പം അതും കൂടി ഒന്ന് പ്രേക്ഷകരായിട്ട് പരിചയപ്പെടുത്താമോ? മറ്റെന്തൊക്കെ മേഖലകളിലാണ് റോഷ്നി കഴിവ് തെളിയിച്ചിട്ടുള്ളത്? ഞാൻ ആക്ച്വലി ഒരു ഡാൻസറാണ്, സിംഗറാണ്, പാട്ടുകൾ പാടാറുണ്ട്. ഒത്തിരി വിമൻ മീൻസ് എൻഗേജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ ഞാൻ ആങ്കറിങ് ചെയ്യാറുണ്ട്, അവരുടെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അതിലൊക്കെ മെയിൻ പാർട്ടായിട്ട് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഞാനൊരു BA ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് MBA ചെയ്ത ഒരാളാണ്. ഞാൻ കുറച്ചുനാൾ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ആഫ്റ്റർ മാരേജ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓൺട്രപ്രണർഷിപ്പിലോട്ട് വന്ന ആളാണ്. ഇപ്പോൾ ഞാൻ ഡിപ്ലോമ ഇൻ ഡേറ്റ അനലിറ്റിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് എൻ്റെ കരിയർ ഒന്ന് സ്വിച്ച് ചെയ്യണം എന്ന് തോന്നി. ലൈക്ക് ന്യൂട്രിഫൈ മീ എന്തായാലും എനിക്ക് സൈഡിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റും. ബട്ട് ഞാൻ പഠിച്ചത് കൂടെ ഒന്ന് കൊണ്ടുപോകണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് എൻ്റെ കരിയർ കൂടെ ഞാൻ സൈഡിൽ കൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പാഷനും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിമനിനോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. യു ഹാവ് ടു ഡെവലപ്പ് യുവർ കരിയർ ആസ് വെൽ എസ് യുവർ പാഷൻ. രണ്ടും ഒരേ സമയം കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. ഹാപ്പിനെസ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുള്ളൂ. അത് തന്നെയാണ് ന്യൂട്രിഫൈമിയുടെ വിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തും ഉണ്ടാവും. അല്ലാതെ ഹെൽത്ത് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ഹാപ്പിനെസ് ആണ് ഹെൽത്തിന്റെ കീ. ഓക്കെ, ഉറപ്പായിട്ടും നമ്മൾ പലപ്പോഴും സ്ത്രീകൾ പറയുന്നൊരു വിഷയമാണ് വിവാഹത്തിന് ശേഷം കുറച്ചധികം തിരക്കുകളിലായി പോകുന്നതുള്ളത് കൊണ്ട് തൻ്റെ മുൻപുണ്ടായിരുന്ന കഴിവുകളെ ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കാറില്ല എന്നുള്ളത് വലിയൊരു ഒരു നുണ പറയുന്ന അല്ലെങ്കിൽ ഒരു ചെറിയൊരു കള്ളത്തരം ആണ് അത് എന്നുള്ളത് പലപ്പോഴും തെളിഞ്ഞിട്ടുള്ള വിഷയം കൂടിയാണ്. അപ്പം ആ ഇടത്താണ് റോഷ്നി തൻ്റെ ലൈഫ് എന്ന് പറയുന്ന വളരെ പേഴ്സണൽ കാര്യമായുള്ള വിവാഹത്തിന് ശേഷം ഇത് കടന്നു പോകുമ്പോഴൊക്കെ തന്നെ ഈ തിരക്കുകൾ സംഭവിക്കുമ്പോൾ എങ്കിൽ പോലും ഇത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? കാരണം ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു പ്രചോദനമാണ് റോഷ്നിയുടെ ഈ വാക്കുകൾ എന്നുള്ളത്. അതിന് മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും വിചാരിക്കും റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കാര്യം നോക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ടൈം കണ്ടെത്താം. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും കഴിഞ്ഞിട്ട് നമ്മുടെ പാഷൻ ഡെവലപ്പ് ചെയ്യാനോ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യുക, നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. ആ ടൈം നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും, നമ്മൾ ഹെൽത്തി ആയിരിക്കും, നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിരിക്കും. മറ്റെന്താ സംഭവിക്കുക? നമ്മൾ ഈ പ്രഷറിൽ നിന്നിട്ട് നമ്മുടെ ലൈഫിനെ ബ്ലെയിം ചെയ്ത് കൂടെ നിൽക്കുന്നവരെയും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ കുറച്ച് ടൈം കണ്ടെത്തി നമ്മുടെ പാഷന് വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് പ്ലസ് ആയിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് തോന്നും ആ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ മക്കൾ പ്രശ്നമില്ല, എനിക്ക് എൻ്റെ സെൽഫ് ടൈം കിട്ടുന്നുണ്ട്. അത് തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ, എനിക്ക് ഈ ഹാപ്പിനെസ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഈ ഹാപ്പിനെസ് വരാനുള്ള റീസൺ ഞാൻ എൻ്റെ പാഷൻ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നത് കൊണ്ട് മാത്രമാണ്. അത് എൻ്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷെ എല്ലാവർക്കും ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആവണമെന്നില്ല. ബട്ട് നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കുമ്പോൾ ആ ഒരു കുറവ് നിങ്ങൾക്ക് ഇതിൽ കൂടിയിട്ട് നികത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഞങ്ങളുടെ സെൻറ്റർ എടുക്കുകയാണെങ്കിലും ഇപ്പോൾ പല പല പ്രൊഫഷനിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട്, ലൈഫിൽ ഒറ്റയ്ക്കായി പോയ ആൾക്കാരുണ്ട്, വിവാഹം കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ട്, കുഞ്ഞുങ്ങളെല്ലാം എബ്രോഡായി ഹസ്ബൻഡ് മരണപ്പെട്ട് ഒറ്റയ്ക്കിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പേസ്, ഒരു നല്ലൊരു ഫ്രണ്ട്, അവർക്കത് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. അതാണ് അവർ നോക്കുന്നത്. അതാണ് ന്യൂട്രിഫൈ മീ. അവരുണ്ടാക്കുന്ന ഫുഡൊക്കെ അവരുണ്ടായിക്കൊണ്ട് വരാറുണ്ട്. ചിലർ ഉണ്ണിയപ്പം ഉണ്ടായിക്കൊണ്ട് വരാറുണ്ട്, അങ്ങനെയൊക്കെ കൊണ്ടുവരാറുണ്ട്. നമുക്ക് അവിടെ ഒന്നും ശരിക്കും അലൗഡ് അല്ലെങ്കിൽ പോലും ആ ഒരു അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞങ്ങളും അതൊക്കെ അവരുടെ കൂടെ നിന്ന് എൻജോയ് ചെയ്യാറുണ്ട്. ഓക്കെ,
തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾക്കൊക്കെ തന്നെ ലൈഫിൽ നമ്മുടെ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് ഒരു പക്ഷെ കുടുംബം ഉണ്ടാവാറുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ റോഷ്നിക്ക് ആരാണ് ഈ ബാക്ക് സപ്പോർട്ടൊക്കെ തരുന്നത്? എൻ്റെ ബാക്ക് സപ്പോർട്ട് കംപ്ലീറ്റ്ലി എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ആ ഹസ്ബൻഡിന് തന്നെയാണ് ഞാൻ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത്. കാരണം എനിക്ക് 2 മക്കളാണ്. മോൾക്ക് ഇപ്പോൾ 6 വയസ്സാവാൻ പോകുന്നു. ഹസ്ബൻഡിന്റെ പേര് പ്രമീഷ്. അതെ, ഹസ്ബൻഡിന്റെ പേര് പ്രമീഷ് എന്നാണ്. എന്ത് അതാണ് ചെയ്യുന്നു? റോഷ്നി പ്രമീഷിലെ പ്രമീഷ്. ആ പ്രമീഷ് തന്നെയാണ് എൻ്റെ ഫുൾ സപ്പോർട്ടും. ഇളയ മോന് 3 വയസ്സേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ, രണ്ടുപേരെയും ഒറ്റയ്ക്കാക്കിയിട്ട് എവിടത്തേക്കും എനിക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞങ്ങളുടെ അവിടെയും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവരുടെ പാരൻസ് ഞങ്ങളുടെ കൂടെ അല്ല താമസിക്കുന്നത്. ഞങ്ങൾ പിള്ളേരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മൂവ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഹസ്ബൻഡ് കുഞ്ഞുങ്ങളെ നോക്കുന്ന സമയമാണ് ഞാൻ ന്യൂട്രിഫാമിലിയിൽ പോയി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മോർണിംഗ് എനിക്ക് എൻ്റെ ക്ലാസ് ഉണ്ട്, അത് ഞാൻ തിരിച്ചു വരും. വൈകിട്ട് ഹസ്ബൻഡ് വന്ന് കുഞ്ഞുങ്ങളെ നോക്കും. അവരെ പഠിപ്പിക്കുന്ന സമയത്താണ് ഞാൻ ന്യൂട്രിഫാമിലിയിൽ വരുന്നത്. ഞാൻ ന്യൂട്രിഫാമിലി ക്ലോസ് ചെയ്ത് വീട്ടിലെത്തുന്ന സമയം ഹസ്ബൻഡ് മോളെ പഠിപ്പിച്ച് കഴിയും. പിന്നെ അവരെ ഭക്ഷണം കൊടുത്ത് ഉറക്കാനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ ആ പിള്ളേരുടെ എഡ്യൂക്കേഷൻ ഹസ്ബൻഡ് ഏറ്റെടുത്തത് കൊണ്ടാണ് എനിക്ക് ആ ടൈം ലേഡീസിന് വേണ്ടിയിട്ടും സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത്. എൻ്റെ പാഷനും കരിയറും കൊണ്ടുപോകാൻ സാധിച്ചത് അതെൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എൻ്റെ ഫുൾ ബാക്ക് സപ്പോർട്ട്. അതെ, ഇത് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, ഒരു കുടുംബം നോക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭാവിയെയും കൂടി കൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ റോഷ്നി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റോഷ്നി, നമ്മൾ പലപ്പോഴും സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള മോശം അനുഭവം, ഇല്ലെങ്കിൽ മാറ്റി നിർത്തൽ, ഇല്ലെങ്കിൽ അവഗണന, ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മോശം അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാനടക്കമുള്ള ആൾക്കാർക്കൊക്കെ തന്നെ എല്ലാ കാലത്തും അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. റോഷ്നിക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മോശം അനുഭവം സംഭവിച്ചിട്ടുണ്ടോ? അത് ഉണ്ടെങ്കിൽ തന്നെ പറയാൻ കംഫർട്ടബിൾ ആണെങ്കിൽ അത് പ്രേക്ഷകരായിട്ടൊന്ന് പറയും. അതിനെങ്ങനെയാണ് അതിജീവിക്കാൻ സാധിച്ചത്? അതങ്ങനെ പറയുവാണെങ്കിൽ ഈ ഡാൻസ് പ്രോഗ്രാംസ് തന്നെ നമ്മൾ സ്റ്റേജിൽ കളിക്കാനുള്ള ഇൻവിറ്റേഷൻ കിട്ടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏജ് ചിലർക്ക് ഭയങ്കര ഒരു പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ചില ആൾക്കാർ വരുന്ന ബാക്ക്ഗ്രൗണ്ട് ചിലർക്ക് ഇഷ്ടമല്ല. ലൈക്ക് വിഡോസ് ആണെങ്കിൽ അവർ പറയും, ഓ അത് വേണോ റോഷ്നി, അങ്ങനെ ഒരു പ്രോഗ്രാം അല്ലേ, അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റഗറൈസേഷൻ ഇപ്പം എന്നോടാണ് പറയുന്നത്. അവരറിയുന്നില്ല, ഞാൻ അവരോട്ട് ഇങ്ങനെ ഒരു ഷെയർ ചെയ്യുന്നില്ല. ബിക്കോസ് അവരവിടെ വരുന്നത് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും അവരോട് പറയില്ല ഇങ്ങനെയാണ് നിങ്ങളെ പറ്റി പറയാം, അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. ആക്ച്വലി ഇങ്ങനെയുള്ള ടോക്സ് സൊസൈറ്റിയിലുണ്ട്. ഇപ്പോഴും ആ ഒരു ഡിസ്ക്രിമിനേഷൻ ആൾക്കാരുടെ മനസ്സിലുണ്ട്. അത് മാറണം. അപ്പോൾ അതാണ് എൻ്റെ മെയിനായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സ്ത്രീകൾ മുന്നോട്ട് വന്ന് മുന്നേ കുഞ്ഞിലെ അവർ പഠിച്ച ഡാൻസ് ആയാലും പാട്ടായാലും അവരിന്ന് വിട്ടുപോയ കാര്യങ്ങൾ അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് എനിക്കും പറ്റും, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്ന പോലെ എനിക്കും ഫാമിലിയും എൻ്റെ പാഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ഈ സ്ത്രീകളിലൂടെ സൊസൈറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്തൊരു സ്റ്റേജ് എന്നുള്ള രീതിയിൽ എന്താണ് സ്വപ്നം കാണുന്നത്? എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ളത്? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഇവർക്ക് ഇനി കൂടുതൽ നല്ല നല്ല സ്റ്റേജ് പെർഫോം ചെയ്യാനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ കൂടുതലും പ്രോഗ്രാംസ് വരുന്ന മിക്സഡ് പ്രോഗ്രാംസ് ആണ്. മിക്സഡ് പ്രോഗ്രാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് പലർക്കും പല പ്രോബ്ലമാണ്. അവർ അത്രയും ഡിസ്കംഫർട്ടാണ് മിക്സഡ് ചെയ്യാനായിട്ട്. അതിന് റീസൺ ഞാൻ പറഞ്ഞു, പലരും വീഡിയോസാണ്, ചില കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് സമൂഹത്തിലൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യോ എന്ന് ഇരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെയാണ് ഞാനിപ്പോൾ MOTയിൽ കൊണ്ടുപോയി ഇത്തിരി പബ്ലിക് ആയിട്ടുള്ള ഒരു സ്പേസിൽ കളിപ്പിച്ചപ്പോൾ ഇപ്പോൾ അവർ കുറച്ച് ഓപ്പൺ ആണ്. ലൈക്ക് അവർക്ക് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് അവർ പുറത്ത് വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇതുപോലെയുള്ള ഓപ്പൺ പ്ലാറ്റ്ഫോംസിലേക്ക് അവരെ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ തന്നെ കുറച്ച് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാറുണ്ട്. ദിവാലി പ്രോഗ്രാം ഇനിയിപ്പോൾ ഞങ്ങൾ ഒക്ടോബർ 18 അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരാം, അവർക്ക് കുറച്ചുകൂടെ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്താം, സ്റ്റേജിൽ കളിക്കാം, ഫുഡുണ്ട്, DJ ഉണ്ട്. അപ്പം ലൈക്ക് അവർ ഫ്രീ ആയിട്ട് നിൽക്കുക. അതാണ് മെയിനായിട്ടും ഇനി എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഒക്കെ തന്നെ പലപ്പോഴും കാണുന്ന സമയത്ത് വളരെ സോ കോൾഡ് ഡാൻസുകൾ, ഇല്ലെങ്കിൽ ഒരു കാറ്റഗറി മാത്രമാണ് ചില സ്ത്രീകൾ കളിക്കാൻ ശ്രമിക്കുക. ഒരു പക്ഷെ ക്ലാസിക്കലാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൂംബ അതുപോലത്തെ ഡാൻസ് ഒക്കെ ആവാം. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഒപ്പന കളിക്കാറുണ്ട്, മാർഗംകളി കളിക്കാറുണ്ട്, അങ്ങനെ വ്യത്യസ്തമായ കുറേ അധികം ഡാൻസ് പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. ഏതൊക്കെയാണ് കുറച്ചും കൂടി ആൾക്കാർ ആഗ്രഹിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ഇതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത്? ഇല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് ടൈപ്പ് ഓഫ് ഡാൻസുകളാണ്? ഞങ്ങൾ ശരിക്കും ആദ്യം സുംബയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ആക്ച്വലി വെൽനസ് സെൻ്റർ ആയതുകൊണ്ട് തന്നെ വർക്കൗട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ സുംബയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സുംബ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മടുത്തു തുടങ്ങി. ലൈക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടും അത് ഒരിടത്തും അവർക്ക് പെർഫോം ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഫുള്ളി വർക്കൗട്ടിലോട്ട് ഇൻവോൾവ് ആവാതെ സംതിങ് ഡിഫറെൻറ്റ്, ദാറ്റ് അവർ എൻജോയ് ചെയ്യുന്ന കുറച്ച് സോങ്സ് കൊണ്ടുവരാം. അപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ അവർ എൻജോയ് ചെയ്യുന്ന സോങ്സ് കൊണ്ടുവന്നപ്പോൾ അവർ കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആയി ഡാൻസ് കളിക്കാനും മറ്റുമായിട്ട്. അപ്പോൾ
അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വിചാരിച്ചു ഇതിന് റീൽസ് ആക്കിയാലോ. എല്ലാവരും സോഷ്യൽ മീഡിയയിലുള്ളവരാണ്, അപ്പോൾ അവർക്ക് അവരുടെ ഫാമിലിയെ കാണിക്കണം. സ്റ്റേജ് പ്രോഗ്രാംസ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, അവർക്ക് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഒരു പെർഫോം ചെയ്ത ഒരു വീഡിയോ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നു എന്നുള്ളത് അവർക്കൊരു ഹാപ്പിനെസ് അല്ലേ എന്ന് വെച്ച് നമ്മൾ റീൽസ് എടുക്കുന്ന ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, പുതിയ പുതിയ പാട്ടുകൾ ചെയ്യാനും അതിന് വലിയ പ്രാക്ടീസ് ടൈം വേണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അപ്ലോഡ് ചെയ്ത് ഭയങ്കര അപ്രിസിയേഷനെ കിട്ടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ ഏജ് ആയിട്ടുള്ള സ്ത്രീകൾ അവർ ഇതുപോലെ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മക്കൾ, അവരുടെ ഹസ്ബൻഡൊക്കെ ചോദിക്കുന്നു, ഇതാണോ നീ അവിടെ പോയി പഠിച്ചത്, ഇത്രയൊക്കെ ചെയ്യുമോ? അവർ അപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരാൾക്ക് ഇത് അപ്രിസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. മേ ബി ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലൊക്കെ ഞാൻ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, പ്രൈസസ് ഒക്കെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ലായിരിക്കാം. പക്ഷേ ഒരു സ്റ്റേജ് പോലും കളിക്കാതെ ഒരു അപ്രിസിയേഷൻ പോലും കിട്ടാതെ ലൈഫിൽ ഒതുങ്ങിക്കൂടിയിരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അപ്രിസിയേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ലൈഫിൽ കിട്ടിയ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ അത് കൊടുക്കാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ റോഷന്റെ സ്ഥാപനത്തിൽ ഹെൽത്ത് കൺസൾട്ടിങ് കൂടിയുണ്ട്. അത് എങ്ങനെയാണ്? ഇപ്പം ഞാൻ ആരോഗ്യപരമായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, പക്ഷെ എൻ്റെ ലൈഫ് സ്റ്റൈൽ അതല്ല. പക്ഷെ എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഹെൽത്തും കൂടി ഒരു കൺസൾട്ടൻ്റ് അടുത്ത് എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവരെ നിർദ്ദേശം കൊടുക്കുക? ഞങ്ങൾക്ക് ഓൾറെഡി അവിടെ ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, ഡയറ്റീഷ്യൻ ഉണ്ട്. ഒരാൾ ഞങ്ങൾക്ക് വരുമ്പോഴേക്കും ഞങ്ങൾ അവരുടെ ലൈഫ് സ്റ്റൈലാണ് ആദ്യം ചെക്ക് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ എല്ലാതരം രോഗങ്ങളിലും വരുന്നത് ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ കാരണമാണ്. പ്രോപ്പർ ടൈമിലല്ല അവർ ഫുഡ് കഴിക്കുന്നത്, വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഇൻക്ലൂഡ് ചെയ്യുന്നത് കുറവാണ്. ലൈഫിലെ പാറ്റേൺ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം അവരുടെ ലൈഫ് സ്റ്റൈൽ ചെക്ക് ചെയ്യും, അവരോട് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പറയും. ലൈക്ക് ഓരോ ആൾക്കാർക്കും ഓരോ നീഡായിരിക്കുമല്ലോ ബോഡിക്ക് ഉണ്ടാവുക. ചിലർക്ക് വെയിറ്റ് ലോസ് ആയിരിക്കാം, ചിലർക്ക് വെയിറ്റ് ഗെയിൻ ആയിരിക്കാം, ചിലർക്ക് ഷുഗർ ഡയബറ്റിക് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പോൾ വാട്ട് എവർ ഇസ് ദ ഹെൽത്ത് കണ്ടീഷൻ അത് നോക്കിയിട്ട് അവർക്ക് ആവശ്യമുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാൻ പറയും. ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് അവർക്കുള്ള ഡയറ്റ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. എല്ലാവർക്കും ഒരേ ഡയറ്റ് അല്ല. അപ്പോൾ ഓരോ ആൾക്കാർക്കും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 10 ഡേയ്സ് നമ്മൾ അവരെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് എന്തൊക്കെയാണ് മാറ്റം വരുന്നത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇതിൽ സ്വിച്ച് ചെയ്യണോ. അപ്പോൾ ഇങ്ങനെ ഇവർ വരുന്ന സമയത്ത് എല്ലാം ഇവർ ഈ ഡാൻസ് കളിക്കുന്നവരെ കാണുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ നമ്മൾ ഈ ഡയറ്റ് എടുക്കുന്നവരോട് പറയുന്നുണ്ട്, യു ഷുഡ് ഡു സം എക്സസൈസ് അറ്റ് യുവർ ഹോം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഡയറ്റ് എടുത്തതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നില്ല, അപ്പോൾ എന്താ ചെയ്യുക? ഇങ്ങനെ ഈ വരുന്ന സമയങ്ങളിൽ അറ്റ്ലീസ്റ്റ് ദേ ക്യാൻ ഡാൻസ്. അപ്പോൾ അതൊരു എക്സസൈസ് ആണല്ലോ. അങ്ങനെ വന്ന കസ്റ്റമേഴ്സ് ഡാൻസിലും ക്ലൈൻ്റ് ആയിട്ടും നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് അവിടെ. അപ്പോൾ ഉറപ്പായിട്ടും ഈ